രാഷ്ട്രീയ നിർണായകമായ നീക്കം 2020യുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായി. അതിന്റെ തുടർവാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 2020യെ പിന്തുണച്ച കോൺഗ്രസ് നൽകിയ പിന്തുണ അതൊക്കെ ഇനി എന്താകും എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട്. സ്മിത, എറണാകുളത്ത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ ഘട്ടത്തിൽ 2020 NDA സഖ്യം അതൊക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന ചർച്ച ഇതിനോടകം വന്നിട്ടുണ്ട്. 2020ക്കെതിരെ നേരത്തെ തന്നെ UDF-ഉം LDF-ഉം ഒക്കെ പരസ്യമായി കുന്നത്തുനാട്ടിലും അതോടൊപ്പം തന്നെ ജില്ലയിൽ വ്യാപകമായി തന്നെ പ്രതിഷേധങ്ങളും പ്രതിരോധ നടപടികളും ഒക്കെ ആയിട്ട് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2020 NDAയുടെ ഭാഗമായിരിക്കുന്നു. 2 പഞ്ചായത്തുകളിൽ UDF ഭരിക്കുന്നത് ഈ 2020യുടെ പിന്തുണയിലാണ്, വടവുകോടും പുത്തൻകുരിശും. അപ്പോൾ NDAയുടെ സഖ്യകക്ഷിയായ ഒരു പാർട്ടി അവരുടെ പിന്തുണയിൽ ഇനി എങ്ങനെ UDF ആ ഭരണം കൊണ്ടുപോകും, ആ ഭരണം അല്ലെങ്കിൽ ആ പിന്തുണ വേണ്ട എന്ന് വെക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ തന്നെ CPM ഉയർത്തിക്കഴിഞ്ഞു. അതായത് NDAയിലേക്ക് 2020 പോയത് അത് UDF-നെതിരെ കൂടി ആയുധമാക്കുകയാണ് ഈ 2 പഞ്ചായത്തിലും CPM. പക്ഷേ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണം ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ആ പഞ്ചായത്തുകളിൽ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തുകളിൽ UDF-നെ പിന്തുണയ്ക്കുന്ന 2020 അംഗങ്ങൾ അവർ സ്വതന്ത്രമായാണ് പിന്തുണയ്ക്കുന്നത്, വ്യക്തിപരമായാണ് പിന്തുണയ്ക്കുന്നത്, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും അതിലില്ല എന്നാണ് അദ്ദേഹം സ്വീകരിച്ച നിലപാട്. പക്ഷേ അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനാകും എന്ന് കരുതുന്നില്ല. വലിയ ആയുധമാക്കി തന്നെ മാറ്റാനാണ് നിലവിൽ CPM-ന്റെ തീരുമാനം. ഇന്നും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഒപ്പം സാബുവിൻ ജേക്കബിന്റെ അടക്കമുള്ള പ്രതികരണങ്ങളും വിഷയവുമായി ബന്ധപ്പെട്ട ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.